മലയാളികളുടെ സ്വന്തം ജസ്റ്റിസ് കെ ടി തോമസ് സാറാണ് ഇന്ന് ജീവിത വിദൂരയിൽ നമ്മോടൊപ്പം. നമസ്കാരം സാർ. സുപ്രീം കോടതി ജഡ്ജി എന്ന നിലയിലും ഡൽഹിയിലെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന അങ്ങ് ഇപ്പോൾ ഈ കോട്ടയത്തിൻ്റെ അസൗകര്യത്തിലേക്ക് വരാനിടയായിട്ടുള്ള ചേതോവികാരം എന്താണ്? ഞാൻ സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ സ്വദേശമായ കോട്ടയത്തേക്ക് വന്ന് ഇവിടെ താമസിക്കുന്നു. എൻ്റെ വീട് ഞാൻ അതിന് മുമ്പേ പണിത വീടാണ്. സാധാരണഗതിയിൽ സുപ്രീം കോടതി ജഡ്ജിമാരെ പോലെയുള്ളവർ നഗരങ്ങളിൽ തുടർന്നുള്ള ജീവിതകാലം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ സാറ് മാത്രമാണ് തികച്ചും സ്വന്തം കോട്ടയത്തേക്ക് തന്നെ പോരാൻ. കോട്ടയം ഒരു നഗര തുല്യമല്ലേ ഇപ്പം? കോട്ടയത്തോട് സാറിനുള്ള വൈകാരികമായ ഒരു ഞാൻ ജനിച്ച് വളർന്ന് എല്ലാമായതും അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് തുടങ്ങി രംഗത്ത് ഒരുപാട് കയറി വരാനും 10-13 ജൂനിയർമാരും ഒക്കെ എനിക്ക് കീഴിൽ പ്രാക്ടീസ് ചെയ്യാൻ എല്ലാം സാധിച്ചത് കോട്ടയമാകുമ്പോൾ എൻ്റെ എല്ലാം വളരെ വികാരപരമായിട്ട് അത്രയും അടുപ്പം കോട്ടയമായിട്ട് എനിക്കുണ്ട്. കോട്ടയത്തിന് വേണ്ടി പല സ്ഥാനങ്ങൾ പോലും സാറ് ത്യജിച്ചു എന്നാണ്. കോട്ടയത്തിന് വേണ്ടി എന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ താമസിക്കാൻ വേണ്ടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഞാൻ നിയമിക്കപ്പെട്ടു. അപ്പം ആ നിയമനം രാഷ്ട്രപതി എനിക്ക് അയച്ചു തന്നപ്പം ഞാനൊന്ന് ആലോചിച്ചു, 5 കൊല്ലത്തേക്ക് പിന്നെ കോട്ടയത്തു നിന്ന് പോകേണ്ടി വരും വീണ്ടും. അതിനോടൊരു മനസ്സ് വന്നില്ല. അതുകൊണ്ട് ഞാൻ രാഷ്ട്രപതിക്ക് എഴുതി എന്നെ അതിനകത്തുനിന്ന് ഒഴിവാക്കി തരണം. എന്താണ് കോട്ടയംകാർക്ക് ഒരു പ്രത്യേകത സാറ് കാണുന്നത്? നമ്മുടെ സ്വന്തം സ്ഥലം എന്ന് പറയുമ്പോൾ ഉള്ള ആ ഒരു വികാരമുണ്ടല്ലോ. പിന്നെ കോട്ടയത്തിന് വളരെ അപൂർവമായ ഒരുപാട് കാര്യങ്ങൾക്ക് കോട്ടയത്തിന് പ്രാധാന്യമുണ്ട്. ഏറ്റവും വലിയ പുരാതനമായൊരു നഗരമാണ് കോട്ടയം. അത് പലർക്കും അറിയാൻ പാടില്ല. മാർത്താണ്ഡവർമ്മ ഈ കോട്ടയത്തെ അടക്കി തിരുവിതാംകൂർ ആകുന്നതിന് മുമ്പ് കോട്ടയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 അങ്ങാടികൾ, താഴത്തങ്ങാടി, വലിയങ്ങാടി, പഴയങ്ങാടി, പുത്തനങ്ങാടി, ഈ ഭാഗങ്ങൾ, അവിടെ പ്രാചീനമായി 3 മതങ്ങളുടെയും ദേവാലയങ്ങൾ, ഹൈന്ദവ ക്ഷേത്രം, വലിയ പുരാതനമായ ക്ഷേത്രം, വലിയ പള്ളി, ഏറ്റവും പുരാതനമായ മുസ്ലിം ദേവാലയം, മീനച്ചിലാറ് എല്ലാം അടങ്ങുന്ന ആ ഭാഗമായിരുന്നു. പിന്നെ തിരുവിതാംകൂർ പിടിച്ചടക്കി കഴിഞ്ഞ് കോട്ടയം വീണ്ടും ക്ഷേമോന്മുഖമായി. പിന്നെ ബെഞ്ചമിൻ ബെയ്ലി വന്ന് അതിനുശേഷം വിദ്യാഭ്യാസ രംഗത്ത് കോട്ടയം കേന്ദ്രീകൃതമായി നടത്തിയ പ്രവർത്തനങ്ങളെ തുടർന്നാണ് കോട്ടയം വീണ്ടും പച്ച പിടിക്കാൻ തുടങ്ങി. അതിനുശേഷം തിരുനക്കര ഭാഗത്തേക്ക് കോട്ടയത്തിൻ്റെ പ്രാധാന്യം കൂടി. അങ്ങനെ ആ കോട്ടയം വലുതാണ്. അപ്പം വളരെ പൗരാണികത്വമുള്ള ഒരു സ്ഥലമാണ് കോട്ടയം. സാറ് പ്രാക്ടീസ് ആരംഭിച്ച കാലത്തെ ഒന്ന് ഓർമ്മിപ്പിക്കാമോ? കോട്ടയത്തെ ബാറും അന്നത്തെ പ്രഗത്ഭരായ അഭിഭാഷകരെയും. പ്രാക്ടീസ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള കാലത്തെ പറ്റിയും കൂടെ പറഞ്ഞാൽ കൊള്ളാം. കോട്ടയത്ത് ഇന്ന് കാണുന്ന വാഹനത്തിരക്കുകളുടെ സ്ഥലത്ത് റിക്ഷോകളായിരുന്നു. ആ റിക്ഷോകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ വലിക്കുന്ന റിക്ഷോയാണ്. റോഡിൽ ടാർ ഇട്ടിട്ടില്ല. റോഡ് മെറ്റൽ കൊണ്ടുള്ള റോഡാണ്. പൊടിയൊന്നും അവിടെ തീരെയില്ല. റിക്ഷോകളല്ലേ ഓടുന്നുള്ളൂ. വല്ലപ്പോഴും ഒരു കാർ വന്നാൽ കാണാനായിട്ട് ഞങ്ങൾ തീരെ ചെറുപ്പത്തിൽ എല്ലാവരും കൂടുമായിരുന്നു. അന്ന് എല്ലായിടവും പുരാതനമായ പല സ്ഥലങ്ങളുണ്ടായിരുന്നു. ബേക്കർ സ്കൂളിൻ്റെ ആ ഭാഗവും ആദ്യം ഉണ്ടായൊരു വലിയ ഒരു കെട്ടിടം എന്ന് പറയുന്നത് കോട്ടയം മുനിസിപ്പാലിറ്റിയാണ് കാണാനായിട്ട്. പിന്നെ കോട്ടയത്തെ YMCAയുടെ കെട്ടിടം, അതിന് മുമ്പേ വന്നതാണ്. തിരുനക്കര മൈതാനം എന്ന് പറയുന്നത് വളരെ ഇപ്പോഴത്തെ കാണുന്ന മൈതാനമല്ല. നല്ല അവിടെ വൈകുന്നേരം ആകുമ്പം എല്ലാവരും കളിക്കാനും പന്ത് കളിക്കാനൊക്കെ വരും. അവിടെ വെച്ച് കളിച്ച് വലുതായി ഇന്ത്യയുടെ പ്രശസ്തന്മാരായ ഫുട്ബോൾ താരങ്ങളായി മാറിയവരൊക്കെ കോട്ടയത്തുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ മാറ്റമെല്ലാം വരുന്നത്, ഞാൻ ബാറിൽ 1960 വരുമ്പോഴത്തേക്ക് കോട്ടയം തന്നെ ഒത്തിരി മാറി. ടാറിട്ട റോഡുകളും വാഹനങ്ങളും ഹോട്ടലുകളൊക്കെ ആയി. അന്നും ആകപ്പാടെ കോട്ടയം ബാറിൽ കാറുണ്ടായിരുന്ന ഒരു 2-3 വക്കീലന്മാർക്കേ ഉള്ളായിരുന്നു. പിൽക്കാലത്ത് 5 പേർക്ക് കാറുണ്ടായിരുന്നതിൽ ഒരാൾ ഞാനായി മാറി. ഇപ്പോൾ കാറില്ലാത്ത ആളുകളില്ല എല്ലാവർക്കും. ആ മാറ്റം. അന്ന് കോട്ടയത്തെ പ്രശസ്തരായിട്ടുള്ള അഭിഭാഷകർ ആരായിരുന്നു? ഒന്ന് എൻ്റെ സീനിയർ തന്നെ ജോസഫ് മാളിയേക്കൽ, പിന്നെ അനന്തപത്മനാഭയ്യർ, ക്രിമിനൽ
രംഗത്തും എം തോമസ്, ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്ന കാലത്ത് PK കുര്യൻ വക്കീൽ, K ചാക്കോ വക്കീൽ, ഗോവിന്ദമേനോൻ വക്കീൽ, അങ്ങനെ പേര് പറയാൻ തുടങ്ങുമ്പോൾ ആരെങ്കിലും വിട്ടുപോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ അത്ര പറയാത്തത്. പിന്നെ അവരെല്ലാം വലിയ തലയെടുപ്പുള്ള ഭീഷണാസമ്പന്നന്മാരായ വക്കീലന്മാരായിരുന്നു. അന്നത്തെ ഒരു അഭിഭാഷക വൃത്തി ഇന്നത്തെ അഭിഭാഷക വൃത്തിയും തമ്മിൽ എന്തെങ്കിലും ഒരു അന്തരം സാറിന് കാണാം? ഒരുപാട് അന്തരമുണ്ട്. എന്നുവെച്ചാൽ അന്നത്തെ അഭിഭാഷക വൃത്തിയിൽ ഞങ്ങൾക്കൊക്കെ ഉദ്ധരിക്കാൻ സാധിച്ചിട്ടുള്ള വിധികളെക്കാളൊക്കെ 10 മടങ്ങ് വിധികൾ സുപ്രീം കോടതിയുടെയും കേരള ഹൈക്കോടതിയുടെയും ഒക്കെ ആയിട്ട് വന്ന്, അപ്പം എല്ലാവരുടെ കയ്യിലും ധാരാളം ഈ CD-ROM, അത് ഉപയോഗിക്കാവുന്നത്, കമ്പ്യൂട്ടർ, ഇതെല്ലാം വന്നു കഴിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും കോടതിയിൽ അവതരിപ്പിക്കാനായിട്ടുള്ള ടെക്നോളജി ഇപ്പോൾ വളരെ കൂടിയിട്ടുണ്ട്. അഭിഭാഷകനാകുന്നതിന് മുമ്പ് തന്നെ പൊതുപ്രവർത്തനം സാറിനുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അഭിഭാഷക വൃത്തിയിലേക്ക് പോയത് പോലും പൊതുപ്രവർത്തനം, അതായത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് കൂടുതൽ സഹായമാകുമെന്ന് കരുതി പോയതാണ്. അല്ലാതെ അഭിഭാഷകനാകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല ആദ്യമേ. പഴയ ഒരു കോൺഗ്രസ്സുകാരനാണ് സാറ്? ഞാൻ കോൺഗ്രസ്സുകാരനായി 1952 മുതൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോൺഗ്രസ്സുകാരനായി വന്നതാണ്. യൂത്ത് കോൺഗ്രസിന്റെ ആരംഭകാലത്ത് യൂത്ത് കോൺഗ്രസ് ആരംഭിക്കുമ്പോൾ 1955 ഡൽഹിയിൽ വെച്ചാണ് ആദ്യമേ കോൺഫറൻസ് കൂടുന്നത്. അതിന് കേരളത്തിൽ നിന്നുള്ള ഏക പ്രതിനിധിയായിട്ട് എന്നെയാണെന്ന് കോൺഗ്രസ് തിരഞ്ഞെടുത്തത്. എനിക്ക് 18 വയസ്സേ ഉള്ളൂ. ഞാൻ ഡൽഹിയിൽ പോയി ഒരാഴ്ച താമസിച്ച് ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം ഞങ്ങൾ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആ കാലത്ത് അതെല്ലാം അന്നത്തെ പ്രസംഗ മത്സരത്തിനൊക്കെ എനിക്ക് 1ാം സമ്മാനം കിട്ടുമായിരുന്നതും കൂടെ പരിഗണിച്ചാണ് എന്നെ പ്രതിനിധിയായിട്ട് വിട്ടത്. പിന്നെ അന്നുമൊക്കെ കുറേശ്ശെ ഇംഗ്ലീഷൊക്കെ പറയുമായിരുന്നു. അപ്പം അവിടെ പോകാൻ സാധ്യതയുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അങ്ങനെയാണ്. അന്നത്തെ രാഷ്ട്രീയവും തമ്മിൽ മാറ്റം വന്നോ? വളരെക്കും. അന്നത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആദർശത്തിൻ്റെ ആൾ രൂപം. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു പ്രചോദനമായിരുന്നു. അത് മഹാത്മാഗാന്ധിക്ക് ശേഷം സർദാർ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു, ആ പറയുന്ന നിരയിലുള്ള ആൾക്കാർ, ആ കൂട്ടത്തിലായിരുന്നു മൊറാർജി ദേശായി ഉണ്ടായിരുന്നത്. അവരെല്ലാം ഞങ്ങൾക്ക് വലിയ ഉത്തേജനമായിരുന്നു. ഇന്ന് രാഷ്ട്രീയത്തിലൊരു റോൾ മോഡലുകൾ ഇല്ലാതെ പോകുന്നു, ആദർശവാന്മാരില്ലാതെ പോകുന്നു എന്നുള്ള ഒരു പരിഭവമുണ്ട്. അത് യാഥാർത്ഥ്യമല്ലേ? രാഷ്ട്രീയത്തിൽ ഇപ്പോഴും റോൾ മോഡലുകാരുണ്ട്, പക്ഷെ അവർക്കൊന്നും അധികാര സ്ഥാനത്തെത്താൻ പറ്റുന്നില്ല. അതാണ് അധികാരത്തിൽ എത്തുമ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം വന്നിട്ടുള്ള ആളുകൾ റോൾ മോഡൽ അല്ല എന്ന് ഞാൻ പറഞ്ഞതായിട്ട് എടുക്കരുത്. അത് റോൾ മോഡലായിട്ടുള്ളവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. അഭിഭാഷകനായിട്ട് കോട്ടയത്തിലെ എന്നല്ല കേരളത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു അഭിഭാഷകനായിട്ട് നിൽക്കുമ്പോഴാണ് സാറിന് ജഡ്ജിയായിട്ട് നിയമനം കിട്ടുന്നത്. ജഡ്ജിയായിട്ട് നിയമനം കിട്ടാനിടയായ ആ സാഹചര്യങ്ങളെ ഒന്നുകൂടി പ്രേക്ഷകർക്കായിട്ട് പങ്കുവെക്കാവോ? ഞാൻ 17 വർഷം പ്രാക്ടീസ് ചെയ്ത് തീരാറായ സമയത്താണ് ഈ ബാറിൽ നിന്നും നേരിട്ട് ജില്ലാ ജഡ്ജിമാരെ എടുക്കുന്ന ഒരു സെലക്ഷൻ വന്നത്. വളരെ ദീർഘമായ കാലത്തിന് ശേഷം ഉണ്ടായതാണ് 3 പേരെ എടുക്കുന്നെന്ന് പറഞ്ഞപ്പം എൻ്റെ വളരെ അടുത്ത ചില ആളുകൾ നിർബന്ധിച്ചു ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോകണമെന്ന്. ഇൻ്റർവ്യൂവിന് വെറുതെ പോയതാണ്, കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. കിട്ടി വന്നപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കന്ന് 39 വയസ്സേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പറഞ്ഞു അതിന് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് ഫസ്റ്റ് റാങ്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രയാസം വന്നത് ജില്ലാ ജഡ്ജിക്ക് അന്നുണ്ടായിരുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. എനിക്കിവിടെ നല്ല ഉഗ്രൻ പ്രാക്ടീസിൻ്റെ കാലം, നല്ല വരുമാനം, 3 പിള്ളേർ പഠിക്കുന്നു. പിന്നെ എനിക്ക് ഈ വീടും ഞാൻ നേരത്തെ തീർത്തിരുന്നു. എറണാകുളത്ത് ഞാനൊരു വീടും എനിക്കുണ്ടായിരുന്നു. അത് രണ്ടും വാടകയ്ക്ക് കൊടുക്കാമെങ്കിൽ നമുക്ക് കഴിയാമെന്നും പറഞ്ഞാണ് പോയത്. ജഡ്ജി ആകുന്നതിനോടുള്ള ഒരു താല്പര്യം കൂടുതലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ അത് സ്വീകരിച്ചപ്പോഴും എനിക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന സ്ഥലമായി ഞാൻ കരുതിയിരുന്നത് ഹൈക്കോടതി മാത്രമേ. സുപ്രീം കോടതി എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല. ജഡ്ജി നിയമനം ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. കൊളീജിയം രീതിയിൽ ജഡ്ജിമാരെ നിയമിക്കുന്നതോട് സാർ യോജിക്കുന്നുണ്ടോ? കൊളീജിയം എന്ന് പറയുന്ന സിസ്റ്റം ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകാമെങ്കിൽ ഏറ്റവും നല്ല സിസ്റ്റം അത് തന്നെയാണ്. പക്ഷേ ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്ന ആളുകളെ ആശ്രയിച്ചിരിക്കുമെന്നുള്ളതാണ്. ഭരണഘടന എഴുതുമ്പോൾ അന്നുണ്ടായിരുന്ന സിസ്റ്റം ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ശുപാർശ ചെയ്യുന്ന
ആളുകൾ ഗവർണറും കൂടെ എഗ്രി ചെയ്യുകയാണെങ്കിൽ സുപ്രീം കോടതിയും എഗ്രി ചെയ്താൽ അവരെ നിയമിക്കാമെന്നായിരുന്നു. അത് പിൽക്കാലത്ത് കുറച്ചുകൂടെ വലുതാക്കാനായിട്ടാണ് ഹൈക്കോടതിയിലെ 3 ജഡ്ജിമാരെന്ന് പറയുന്ന രീതിയിൽ അത് വലിപ്പപ്പെടുത്തുകയും ഗവർണറുടെ അംഗീകാരത്തിന് അത് സമർപ്പിക്കുകയും അങ്ങനെ പോയത്. പിന്നീട് അത് കുറച്ചുകൂടെ സുതാര്യമാക്കാൻ വേണ്ടിയാണ് അത് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെയും കൊളീജിയം 3 പേര് വേണമെന്ന് പറഞ്ഞ് ഇതിനൊരു എല്ലാം ഫിൽറ്ററിങ്ങോടുകൂടിയൊക്കെ നടപ്പിലാക്കാൻ. ഇതെല്ലാം കാലക്രമേണ അത് നന്നായി വരേണ്ടതിന് പകരം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അതിനകത്ത് അപാകതകൾ വരുന്നത് അതിൽ ഉൾപ്പെട്ട ആളുകൾ സമർപ്പണ ബുദ്ധിയോടുകൂടി അത് ചെയ്യാത്തത് കൊണ്ടാണ്. ഒരു ടെസ്റ്റ് നടത്തി യോഗ്യതയുള്ളവരെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. ഒരിക്കലും ഒരു നല്ല സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു വക്കീലും ടെസ്റ്റിന് പോകാൻ തയ്യാറാകുകയില്ല. ഇത് അവരോട് പറഞ്ഞ് അവരെ സമ്മതിപ്പിക്കേണ്ട ഒരു ഉദ്യോഗമായത്. വലിയ പ്രാക്ടീസ് ഉള്ളവരെ ജഡ്ജിയായിട്ട് കിട്ടേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമാണ്. വലിയ അനുഭവ സമ്പന്നന്മാരും വലിയ പ്രാക്ടീസ് ഉള്ളവരും നല്ല വരുമാനമുള്ളവരോടൊക്കെ ടെസ്റ്റിന് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിന്തിക്കുക പോലുമില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും യോഗ്യതയുള്ള ആളുകളെ കിട്ടുകയില്ലെന്ന് ഉറപ്പാണ് ടെസ്റ്റിന് പറഞ്ഞാൽ.